പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 11-ാം തീയതി മറിയം ദൈവവചനം ശ്രവിക്കുന്നതിന് നമ്മുടെ മാതൃക. ദൈവിക ദൗത്യവാഹകൻ മേരിയെ സമീപിച്ച് ദൈവവചനം അറിയിച്ചു. മറിയം ദൈവവചനം സ്വീകരിക്കുന്നതിന് എത്ര സന്നദ്ധയായിരുന്നു എന്ന് നാം പരിചിന്തിക്കേണ്ടിയിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേർ വിളിക്കണം. ദൈവദൂതൻ്റെ വാക്കുകൾ ശ്രവിച്ച പരിശുദ്ധ കന്യക ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എപ്രകാരം സംഭവിക്കും? ന്യായയുക്തമായ ഒരു സംശയമായിരുന്നു അത്. മേരി ദൈവത്തോട് കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ള വസ്തുത അത് പ്രചോദിപ്പിക്കുന്നു. ദേവദൂതന് മറിയത്തിന് സംശയ നിവാരണം വരുത്തി, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ പരിശുദ്ധനായിരിക്കും. മേരിയുടെ പ്രശ്നത്തിന് ദേവദൂതൻ പരിഹാരം നിർദ്ദേശിച്ച ഉടനെ പരിശുദ്ധ കന്യക പ്രതികരിച്ചു, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇപ്രകാരമുള്ള സന്നദ്ധത ദൈവവചനം സ്വീകരിക്കുന്നതിൽ നമുക്കുണ്ടോ? ക്രിസ്തുനാഥൻ ഒരിക്കൽ വിതക്കാരൻ്റെ ഉപമ അരുളി ചെയ്തു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ ചിലത് വഴിയരികിൽ വീണു, അത് ആകാശപ്രവകൾ കൊത്തിക്കൊണ്ടുപോയി. മറ്റു ചിലത് പാർപ്പുറത്ത് വീണു, മണ്ണിന് ആഴമില്ലാതിരുന്നതുകൊണ്ട് അത് കരിഞ്ഞുപോയി. വേറെ ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു, മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. എന്നാൽ ചിലത് നല്ല നിലത്ത് വീണു, അവ 100, 60, 30 മേനി വിളവ് നൽകി. ദൈവവചനം സ്വീകരിക്കുന്ന 4 തരക്കാരായ വ്യക്തികളുടെ മാതൃകയാണ് ഈ ഉപമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിത്തുകൾ. ഒന്നാമത്തെ തരക്കാർ ദൈവവചനം ശ്രവിച്ചാൽ ഉടനെ തന്നെ അതിനെ പുച്ഛിച്ചു തള്ളും. രണ്ടാമത്തെ കൂട്ടർ ദൈവവചനം സ്വീകരിക്കുമെങ്കിലും വചനം നിമിത്തം ഞെരുക്കമോ പീഡയോ ഉണ്ടാകുമ്പോൾ അത് പരിത്യജിക്കുന്നവരാണ്. മൂന്നാമത്തെ കൂട്ടർ മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്, വചനം സ്വീകരിക്കുമെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. നാലാമത്തെ കൂട്ടർ ദൈവവചനം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഒരിക്കൽ ഈശോനാഥൻ്റെ ദിവ്യാദരങ്ങളിൽ നിർഗളം പ്രവഹിച്ച ദിവ്യസൂക്തികൾ ശ്രവിച്ച ഒരു സ്ത്രീ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, നിന്നെ വഹിച്ച ഉദരത്തിനും നിന്നെ കുടിപ്പിച്ച മുലകൾക്കും ഭാഗ്യം. ഉടനെ ദിവ്യനാഥൻ ഇപ്രകാരം അരുളി ചെയ്തു, ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്തവർക്ക് കൂടുതൽ ഭാഗ്യം. മിശിഹ ഇവിടെ പരിശുദ്ധ കന്യകയുടെ യഥാർത്ഥത്തിലുള്ള മഹത്വം അടങ്ങിയിരിക്കുന്നത് എന്തിലാണെന്ന് നമ്മെ മനസ്സിലാക്കുന്നു. ദൈവവചനം ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചതിനാലാണ് അവൾ ഭാഗ്യവതിയായിരിക്കുന്നത്. അതിനാൽ നമുക്കും നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പരിശ്രമിക്കാം. എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ ദൈവവചനം ശ്രവിക്കുവാനും ഞായറാഴ്ച ദിവസങ്ങളിൽ ദിവ്യബലിയിൽ ദൈവവചനത്തെ ആസ്പദമാക്കി ചെയ്യുന്ന പ്രഭാഷണത്തിലും ശ്രദ്ധാപൂർവ്വം സംബന്ധിക്കുക. ദൈവവചനം എല്ലാ തിരുവെഴുത്തുകളും ദൈവപ്രചോദിതമാകയാൽ പഠിപ്പിക്കുന്നവനും അബദ്ധങ്ങളെ ഖണ്ഡിക്കുന്നതിനും ജനങ്ങളുടെ ജീവിതത്തിൽ മാർഗദർശനം നൽകുന്നതിനും അവരെ വിശുദ്ധി പ്രാപിക്കുന്നതിന് പഠിപ്പിക്കുന്നതിനും ഫലദായകമാകും വിധം ഉപയോഗിക്കുവാൻ കഴിയുന്നവയാണ്. ദൈവവചനം ഇരുമുന വാളാണ്. അത് ശ്രവിച്ച പ്രാവർത്തികമാക്കിയാൽ രക്ഷാകരമായിരിക്കും, എന്നാൽ അതിനെ അവഗണിക്കുന്നവന് നാശത്തിനും കാരണമാകും. ഇനി നമുക്കൊരു സംഭവം കേൾക്കാം. വിശുദ്ധ ആൽബർത്തോസ് ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പരിശുദ്ധ കന്യകയോട് അതിയായ ഭക്തിയുണ്ടായിരുന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പഠനത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കൂടാതെ ഡൊമിനിക്കൻ സന്യാസ സഭാംഗമായ അദ്ദേഹം സന്യാസ ജീവിതം പരിത്യജിച്ചു പോകുവാൻ തീരുമാനിച്ചു. ഒരു ദിവസം പരിശുദ്ധ കന്യക അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ഇപ്രകാരം അരുളി ചെയ്തു, മകനെ, നീ ഈ സന്യാസത്തിൽ നിലനിൽക്കുക. നിനക്ക് സന്യാസ ജീവിതം നയിക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എൻ്റെ ദിവ്യകുമാരനിൽ നിന്നും പ്രാപിച്ചു നൽകുന്നതാണ്. വിശുദ്ധ ആൽബർത്തോസ് തൽഫലമായി സന്യാസ ജീവിതം തുടർന്ന് നയിക്കുവാൻ തീരുമാനിച്ചു. പഠിക്കുവാൻ വളരെ വിഷമിച്ചിരുന്ന അദ്ദേഹം അഗാധ പണ്ഡിതനായി. ലോകം ദർശിച്ചിട്ടുള്ളതിലേക്ക് ഏറ്റവും മതപ്രകർഷം തികഞ്ഞ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ ഗുരുഭൂതനാകുവാനുള്ള ഭാഗധേയവും അദ്ദേഹത്തിന് സിദ്ധിച്ചു. അദ്ദേഹം പിന്നീട് വലിയ മരിയ ഭക്തനായി തീർന്നു. മരിയ ശാസ്ത്രത്തിൻ്റെ മൽഭാൻ.